പൊന്നുമോള് കരയാതെ ഇപ്പം മാറും. മക്കൾ എത്ര സഹിക്കണ്ടേ നമ്മള്. ആ ഞാൻ പരീക്കുട്ടിയോട് മറ്റേ ഗ്യാസിന്റെ മരുന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അത് ലേശം കഴിച്ചു കഴിഞ്ഞാൽ മാറും. ഓട്ടോ വിളിച്ചില്ല, ആശുപത്രി പോണോ? ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. നല്ല വേദന. ഞാൻ പോവാന്നാ തോന്നണ. അയ്യോ സഹിക്കാൻ പറ്റും. ആശുപത്രി പോണേനും ബുദ്ധൊന്ന് കുടിക്കേ. ഗ്യാസിന്റെ മരുന്ന് കഴിച്ചാൽ ഗ്യാസ് അഞ്ച് അപ്പം തന്നെ പോയിക്കോളൂ. മാറിയാ മോളെ? ആമാശയിലേക്ക് എത്തണ്ട, എന്നാലും മാറില്ല പറ്റൂ. കുറവില്ലാട്ടോ. എന്തപ്പോ ഉണ്ടായത്? എനിക്കിപ്പോ കുത്തണ പോലുള്ള വേദനയാണോ? കുത്തണ പോലെ തന്നെയാണ്. അയ്യോ എവിടെയാണ്? എവിടെയാണ്? അവിടെ. ഫുഡ് പോയിസൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അസുഖം ഉണ്ടാ മോളെ? ഓ എന്റെ അമ്മ, നിങ്ങള് രണ്ടാളും കഴിക്കാത്ത എന്താണ് ഓള് കഴിച്ചത്? എന്തോന്നാണ് കഴിച്ചത്? നീ കഞ്ഞി കുടിച്ചായിരുന്നാ? ഇല്ല. ഈ ഉച്ചക്ക് എന്താ കഴിച്ചത്? ഉച്ചക്ക് എന്താ സാധാരണ ഈ ചോറും ഇതിപ്പോ സർജറി കഴിക്കേണ്ടി വരും തോന്നണേ. എന്നാ ഇത്തിരി അത് കഴിച്ചു നോക്കുമോളെ. അമ്മ ഓപ്പറേഷന്റെ കാര്യമാണ് പറയണേ. ഓപ്പറേഷൻ ആകുമോ? എന്നാ അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ഇതിപ്പോ നിങ്ങളിപ്പോ സാധാരണ ഇപ്പൊ ഈ ഭക്ഷണം കഴിക്കലല്ലാണ്ട് എന്തെങ്കിലും വേറെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചോ? ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. വേറെന്താണ്? ഇക്ക കൊണ്ടുവന്ന പരിപ്പോടെ ഞാൻ കഴിച്ചില്ലായിരുന്നോ? ഏട്ടാ, ഇക്ക തന്ന പരിപ്പോടെ ഞാൻ കഴിച്ചായിരുന്നു. അയ്യോ അപ്പൊ അതെന്തിയാണ്? കൊള്ളാം. എന്താന്നറിയോ? കിടന്ന് പിടിച്ചിട്ട് കാര്യമില്ല. എന്താന്നറിയോ? ഞാൻ പറയണോന്ന് കേക്ക് ജയിച്ച് ഇന്നിങ്ങനെ സംശയിക്കല്ലേ. എന്തൊരു കഷ്ടാണിത്. നിങ്ങളൊന്ന് മുൻതട്ടാ. എടി ഉണ്ടായ കാര്യം ഇതൊന്ന് മനസ്സിലാക്കുക. എന്തുണ്ടായിന്ന് അറിയാം എനിക്ക്. ഞാൻ ഈ പലഹാര പൊതിയായിട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു. ഇപ്പൊ മല്ലിക അവിടെ നിൽക്കണ്. എന്താണ് പരീക്ക പൊതിയില്? ഞങ്ങളാണ് ഇന്ന് കാലത്തൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവരവിടുത്തെ കാലത്ത് പലഹാരം ഉണ്ടാക്കാതെ ദോശമാവൊക്കെ വീണുപോയിന്ന്. അപ്പൊ ഇത് കേട്ടപ്പോൾ എന്നാ നിങ്ങളുടെ കാര്യം നടക്കട്ടെ എന്നിട്ട് ഈ പൊതിയൊന്ന് അങ്ങോട്ട് നീട്ടി. അതിലാകപ്പാടുണ്ടായിരുന്ന ആ ഒരു പരിപ്പോടെ ഓളെടുത്ത് തിന്നുകയും ചെയ്ത്. എന്തെന്നാ ഞാൻ പറയുക? ഒന്നും പറയാൻ പറ്റുമോ? എന്നിട്ട് നിങ്ങൾ എന്നോട് കള്ളല്ലേ പറഞ്ഞേ? നിങ്ങൾ തിന്നല്ലേ പറഞ്ഞേ? എൻ്റെ മുത്ത, ഞാൻ അവിടുന്ന് ഇതുവരെ എനിക്കുള്ള പരിപ്പോടെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് ഓൾക്ക് കൊടുത്തു പറഞ്ഞാൽ എനിക്ക് എന്താ തോന്നുക? അത് ഇച്ചിട്ട് ഞാൻ ഒരു സൂത്രം അപ്പം അതിനനുസരിച്ച് പറഞ്ഞാണ് ഇന്നെങ്ങനെ സംശയിച്ചാൽ എന്താണ്? അതന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഒരു സൂത്രം, നിങ്ങളുടെ സൂത്രമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താ പടച്ചോന്, ഇത് എങ്ങനെ ഇപ്പൊ ഞാൻ അത് തെളിയിക്ക? നിങ്ങൾ തെളിയിക്കണ്ട. നിങ്ങളുടെ ഒരു കുഞ്ഞൂട്ടനും ഇങ്ങനെ പറയണേ? ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ എന്താ സ്ഥിതി? പിന്നെ അല്ലാതെ ഞാൻ എന്താണ് പറയണ്ടത്? എടി സത്യമായിട്ടതേന്ന്. അതാ പടച്ച റബ്ബന്നെ സത്യം ഇതാണ് ഉണ്ടായത്. ഞാൻ എങ്ങനെ പന്നോട് ഞാൻ ഇത് തെളിയിക്ക? ഇക്ക് ആ സമയത്ത് തട്ടി പറിച്ച് ഇങ്ങോട്ട് വാങ്ങാൻ പറ്റും? ഇങ്ങോട്ട് തട്ടി ഞങ്ങളുടെ പരിപ്പോടാന്ന് ഓൾക്കൊരു മുതൽ കൊടുത്തിട്ട് ഇതാണ് ഉണ്ടായത്. ഒരെണ്ണം കുഞ്ഞുട്ടിനും തിന്ന്. കുഞ്ഞുട്ടിന് എന്താ പറ്റിയാണ് ആ ഓട്ടഞ്ഞി? ഒന്നും അറിഞ്ഞിട്ടില്ല. ഹലോ, ആ ഇതാരാണ്? പെണ്ണുങ്ങള്. ഓന്റെ ഫോണിലാ? ഏത് പെണ്ണ്? ആരാണ്? നൈസോ? അല്ല അപ്പൊ കുഞ്ഞുട്ടൻ എവിടെയാണ്? ആ ബോധം പോയിന്നോ? കുഞ്ഞുട്ടിന് ബോധമില്ലാന്ന്. അതിന് ഓന് എപ്പോഴാ ബോധം ഉള്ളത്? ഇത് ആ ബോധമില്ല. ഹലോ, എന്താ ഉണ്ടായത്? ഫുഡ് പോയ്സണോ? അതല്ലേ? ഇത് ഏതാണ് ആശുപത്രി? ആ ആ ആ ആ ശരി, വേറെ കുഴപ്പമൊന്നുമില്ലോ? ഹലോ ഹലോ, കട്ട്. പടച്ച റബ്ബേ, പരിപ്പോടെ കുഞ്ഞുട്ടിനും പണി കൊടുത്ത്. എത്ര നന്നായി. എന്ത്?